നമ്മള് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഹോട്ടൽ ഇസ്താന എന്ന ഹോട്ടലാണ് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോണേ? അങ്ങോട്ട് പോകാൻ തങ്കുവാൻ പെരാവു എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പുറപ്പെടുന്നത്. ബസ്സിനാണോ അല്ലെങ്കിൽ ടാക്സി ആണോ എന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, പോകണ കഴിഞ്ഞു നോക്കിയില്ല. നമ്മള് പുറപ്പെടുകയാണ്. ഇവിടെ നമ്മള് അവിടെ നിന്നല്ല വന്നത്. അവിടെ നമ്മള് വന്ന് ഇന്നലെ രാത്രി ഇങ്ങോട്ട് പോയാക്കാം. ടാക്സിക്ക് പോവാം. അതെ, ഹോട്ടലിൽ ഇതാണ് നമ്മള് കണ്ടോട്ടെ. ഇവിടെ നമ്മള് ബുക്ക് ചെയ്യാൻ പോയപ്പോ അവര് പറഞ്ഞത് 3 ലക്ഷമാണ് പറഞ്ഞത്. നമ്മൾ booking.com നോക്കിയപ്പോ 1,25,000 ആകുന്നുണ്ട്. അതിനേ ഉള്ളൂ. പക്ഷേ പണ്ടത്തെ ലക്ഷറി ഹോട്ടലാണ്. പണ്ടത്തെ ലക്ഷറി ഹോട്ടലാണ്. അങ്ങനെ ലാസ്റ്റ് 1,25,000 കിട്ടി ഓൺലൈൻ ബുക്ക് ചെയ്ത്. അപ്പൊ നമ്മള് നടക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനില്ലേ. ബുക്കിംഗ് ചെയ്യുന്നുണ്ട്, ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുന്ന അവിടെ എത്തിയിട്ട് ഓല ചോദിച്ചിട്ട് പിന്നെ ഒന്ന് ബുക്ക് ചെയ്യണേക്ക് നല്ലതല്ലേ? നല്ലത്, അതാ നല്ലത്. കുറെ തരികടകൾ നടക്കും. ഏറ്റവും നല്ലത് ഓൺലൈൻ ബുക്കിംഗ് ആണ്. അത് ചോദിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പെട്ടെന്ന് ചെയ്യരുത്, ആദ്യം ചെയ്ത് പോകരുത്. അപ്പോൾ ഒരേ പേരിൽ 2 ഇതൊക്കെ ഉണ്ട്, ഫേക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകണോ അല്ല ഇങ്ങോട്ട് പോകണം? അങ്ങോട്ട് നോക്കി നോക്കുക. അങ്ങോട്ട് നോക്കിയേക്കാം. ഫുഡ് എന്തെങ്കിലും വായലേക്ക് തള്ളാനുണ്ടോ ഭക്ഷണം? ഫുട്ബോൾ ഉണ്ടായിരുന്നല്ലോ സ്റ്റാച്യു. ടാക്സി വന്ന് ഞങ്ങള് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാണ്. യാത്ര തുടങ്ങി. എന്താവും എന്തോ. അതെ, എന്തായാലും വണ്ടി കയറി. നല്ല ഒരു ഡ്രൈവറാണ് നമ്മൾ കിട്ടിയത്. എന്തായാലും ഇനി അമ്മ കടത്തിയിട്ട് നോക്കാം. പോണ വഴിയുള്ള കാഴ്ചയൊക്കെ നമ്മൾ കാണാം. ഓക്കെ. അങ്ങനെ നമ്മള് സ്ഥലത്തെത്തി നോക്കുമ്പോണ്ട് ഒരാൾക്ക് 2 ലക്ഷം ടിക്കറ്റിന്. 4 ലക്ഷം വണ്ടിക്ക് ഒരു 30, 4,30,000 റുപ്യ. ഇനി എന്താവും എന്തോ. ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാനും നാട്ടത്ത് 2,500 റുപ്യ ആയിണ്ടാവൂലേ? 2,500 റുപ്യ ഉണ്ട്. നമ്മളെന്തായാലും ഇവിടെ എത്തിയതിനോട് നമ്മള് ടിക്കറ്റ് എടുത്ത് പിന്നെ അത് കാണണ്ട തന്നെയല്ലേ, തിരിച്ചു പോകാൻ നഷ്ടമാണ്. അപ്പൊ നമ്മള് ടിക്കറ്റ് എടുത്ത് നമ്മള് കേറുന്നാണ് മേലോട്ട്. തിരിച്ചു പോകാൻ വണ്ടി ഉണ്ടാവുമായിരിക്കും. തിരിച്ചെങ്ങനെ പോവും? ഐഡിയ അല്ല. ഓരോട് തന്നെ ചോദിച്ചു നോക്കാം. അല്ലാണ്ട് ഇപ്പം ചെയ്യാലേ. കായ് 2 പേരും കാട്ടിയിരുന്നേ. അങ്ങനെ നമ്മള് ഈ സ്ഥലത്തെത്തി. ഈ വോൾക്കാനോ ഉള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അവിടുന്ന് നടക്കുകയാണ്. ഡാനി മുന്നിൽ പോയിട്ടുണ്ട്. വണ്ടികൾ സ്പീഡിൽ വരുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. ഓക്കെ, ഡാനി അവിടെ പോയി. ഡാനി അടിപൊളി. ചെറുതാ. അങ്ങനെയുണ്ട്. അടിപൊളി. എന്തോ പുകയുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ അകത്തുനിന്ന്, ഞമ്മീനുണ്ടെന്ന്. ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സാധനം വന്നാലേ
അത് പുകയുന്നുണ്ട്. ഏത് സമയത്തും ചിലപ്പോൾ അതിന്റെ അമ്മായിട്ട് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അധികം ഇവിടെ കണ്ട നടന്നാലോ. അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്. ഇവനാണ് ഇവനും 1.5 ലക്ഷം വാങ്ങി വെച്ച് കുറച്ച് സാധനമൊക്കെ കയ്യിലുള്ള സാധനമൊക്കെ ഇതൊക്കെ തന്ന് കുഴപ്പമില്ല, കാണാൻ നിലത്ത് വരുത്തിയിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തന്ന് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്നു പോവാണ്. ഓക്കെ അടിപൊളി. ഒരു 2 ബാറ്ററിന് 2 വയറ് മുതൽ നമ്മളിങ്ങനെ വരുതിയുള്ള മണമാണ് ഇവിടെ ഉള്ളത്. ഇത് സ്മെല് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നില്ലേ നാസിക? സ്മെല്ല് ചെയ്യാൻ പാടില്ല. പിന്നെ എന്താ പറയാ, മാസ്ക് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ എന്തായാലും ഒന്ന് സ്മെല്ല് ആക്കിക്കളാന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ കയ്യാനയക്കുന്നില്ലേ, വരാൻ കഴിയുമല്ലോ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇത് പറ്റുള്ളൂ. അതൊക്കെ ആലോചിച്ചിട്ടാ 2 ലക്ഷം താഴത്ത് കൊടുത്തത്. എന്തോ പുകയുന്നുണ്ട്, നിൽക്കൂലെന്നാ പറയുന്നത്. ഇത് ഒന്നായിട്ടും കൊണ്ട് വരിക, ഒരു പ്രാവശ്യം ഇതിന് വന്നതാ പുറത്തേക്ക്. നമ്മൾ പറഞ്ഞു തന്നു ഇജ്ജി ഒന്നായിട്ട്. അങ്ങനെ അതിന്റെ എല്ലാ ഭാഗവും ഒന്ന് പോവല്ലേ. അങ്ങനെ നമ്മള് വോൾക്കാനോ കണ്ട് ഇവിടെ പല സ്ഥലത്തും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വലുതല്ലാന്നുണ്ടല്ലേ. ഇത് ചെറുതാണോ? ചെറുതാണ്. പല പല സ്ഥലങ്ങളിലായതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനാണ് നമുക്ക് പ്രശ്നം. ബൈക്കില്ലാത്തത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥലത്ത് നിന്ന് സ്ഥലത്തേക്ക് ടാക്സി വിളിച്ച് പോകണം, അതിനാണ് തിരിച്ചു പോകണം ടാക്സി വിളിക്കണം. ഇതിപ്പോ വന്ന ടാക്സിക്കാരനോട് യൂബറുമായിട്ട് അവരോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ അല്ലേ പോകാൻ വരും നമുക്ക്. 1 ലക്ഷം കുട്ടിയുണ്ട്. ഇപ്പൊ വേറെ ഒന്നും പറയാനില്ല. എന്ത് ചെയ്യാനാ, തിരിച്ചു പോകണ്ടേ. ഇവിടെ ഇതിന് മുന്നേ ഒരു മലയായിരുന്നു, നന്നായിട്ട് ഇടിച്ച് പൊളിഞ്ഞ അതിലേക്ക് പോയതാണ്. കാര്യമില്ല. ഇപ്പൊ വിദേശികളായതുകൊണ്ടാണ് നമ്മോട് ഇത്ര പൈസ വാങ്ങിയത്. ഇവിടുത്തെ നാട്ടുകാരാണ് പൈസ ഇല്ല. പൈസ പൈസ കിട്ടും, പാർക്കിങ്ങിന്റെ പൈസ എല്ലാം നമ്മൾ കൊടുക്കണം. എന്തായാലും കാണാൻ പറ്റില്ലോ. കുറെ ആയി നമ്മളെ തെരഞ്ഞെടുക്കുന്നത് ഈ ഒരു സാധനം കാണാൻ വേണ്ടിട്ട്. നല്ല സ്മെല്ല്. മറത്തിട്ട് കഴിയില്ലേ. ഹായ്, കുറെ ഷോപ്പുകളുണ്ട് പർച്ചേസ് ചെയ്യാനുള്ളത്. പയ്യനുണ്ട്, അളിയൻ എന്തൊക്കെ വാളെന്ന് പറയുന്നത്. എല്ലാം ഇവിടെ വാങ്ങിച്ചു പോകാൻ എന്ത് വാങ്ങാനാ. 1830 പൊട്ടിയതാണോ എന്താന്ന് അറിയില്ല. അതൊരു ഇതുണ്ട്. കുറെ ഷോപ്പുകളുണ്ട് ഇവിടെ. അങ്ങനെ ഷോപ്പുകൾ കുറെ ഉണ്ട്. പ്രശ്നമാണ്. അപ്പോഴത്തേനും ഒരാൾ വാങ്ങാൻ ബാക്കിൽ ഓടി വരികയാണ്. എവിടെ നോക്കിയാലും ആൾക്കാർ ഫോട്ടോ എടുക്കണ കാണും. ഇവിടെ ഉള്ളത് തന്നെ അവിടെ കൂടുതൽ ഫോട്ടോ എടുക്കുന്നില്ല. ഇംഗ്ലീഷുകാരില്ലേ. ഇതാണ് സാധനം. ഇതാണ് ഇവിടുത്തെ കല്ല്. കല്ലാണ്, പൊടിയൊക്കെ ഉണ്ട്. പഴംപൊരി ഇതൊക്കെ ഉണ്ട് സൈഡിലൊക്കെ. തിന്നു നോക്കിയില്ല, നമുക്ക് പറ്റുമോന്നറിയില്ല. നേരത്തെ എന്തോന്ന് തിന്നത് തന്നെ നേരെ ബാത്റൂമിലേക്ക് ഓടിക്കും. കണ്ട് ചെയ്യാണ്. അങ്ങനെ വീണ്ടും ഈ സൈഡിലേക്കാണോ പോകേണ്ടതെന്ന് അറിയില്ല. ഇതല്ല കുറച്ചുകൂടെ ഉണ്ട്. മൂന്നെണ്ണം ഉണ്ട്. നമുക്ക് 2 എണ്ണം തന്നെ പോയിക്കൂടെ അല്ലേ. എല്ലാ നാട്ടുകാരും ഉണ്ട് ഇവിടെ. മലയാളികളായിട്ട് നമ്മൾ ഉള്ളൂന്നാണ് തോന്നുന്നത്. കണ്ടിട്ടില്ല അല്ലേ. വേറെ ആരും നമ്മളെ കണ്ടില്ല. ചൈനക്കാരുണ്ട്, ചൈനക്കാരുണ്ട്, ഈശാറുണ്ട്,
നമ്മളെ അസുഖ നമ്മളെ ബാഗും കൊണ്ടാ ചങ്ങായി പോവാ. എന്താ തിന്നാനും ഒരു നിർബന്ധിച്ചു കൊണ്ടാ നിൽക്കും. പക്ഷെ അത് അടിപൊളി ടേസ്റ്റാ. ഞാൻ റൈസും കഴിച്ചിന സാധനം നടക്കുക. അസഹനീയമാണ്. മാസ്ക് മേടിക്കണ്ടേ? ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. അതിന് വലിയ മണക്കണല്ലേ. യെസ്. ഹസിന്റെ ഒരു വേറൊരു ഭാഗമല്ലേ ഇത്? അല്ലല്ലേ കേറി കേറി. അതിന് കുറച്ച് വെള്ളം എന്തോന്നും കിട്ടോ. കല്ലൊന്ന് എടുത്തു നോക്കുന്നത്. സിമെന്റ് വെച്ചമായിട്ടുണ്ട്. നല്ല വേലി ഇട്ടു കേട്ടോ. ആയിട്ട് ഓണക്കണം. അത് പോയാൽ കഴിഞ്ഞു തോന്നുന്നു. എല്ലാ സ്ഥലത്തും വിശേഷമാണ്. കഴിഞ്ഞു തോന്നല്ലേ? കഴിഞ്ഞോ? ഇതിന്റെ എല്ലാം അവിടെ ഉണ്ട്. കഴിഞ്ഞു തോന്നുന്നു. കഴിഞ്ഞതാ. ഇതാണ് ലാസ്റ്റ്. അങ്ങോട്ട് അലോട്ടില്ല തോന്നുന്നു. അവിടെ ഒരു ചെറിയ സംഭവം ഉണ്ട്. നോക്ക്, ഇവിടെ എല്ലാവരും നമ്മളെ അറബിളായിട്ടാണ് കാണുന്നത്. കാരണം അറബിളാണ് കൂടുതൽ വരുന്നത് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും എന്ത് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു അറബിയിലൊക്കെയാണ്. പിന്നെ അറബിയിലെ പൈസ അറിയുന്നതല്ലേ? അറബിയിലാണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളെ തിരിക്കല്ലേ? അപ്പോൾ വന്നാല് പോവാണ്. അത് വേണ്ട അത് അവിടുന്ന് കഴിച്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫുള്ളായിട്ട് കാണാം, വിജയിപ്പിക്കുക. നമ്മൾ തുടങ്ങി വരുന്നുള്ളൂ. പുതിയ ആൾക്കാർക്ക് നിങ്ങൾ ഒരു പ്രചോദനം തരിക. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയില്ലെങ്കിലും കഷ്ടപ്പെടുത്താണ്ടിരിക്കുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിലേക്ക് ഉള്ള ഇതാണ്. നമ്മള് ഇവിടെ പോകും, റെയിൽവേ സ്റ്റേഷൻ. അവിടെ ട്രെയിൻ കിട്ടായിരിക്കും. ട്രെയിന് കിട്ടുമായിരിക്കുന്നു വിചാരിക്കുന്നു. എവിടേക്കാന്ന് സത്യം പറയാണ് എപ്പോഴും ഒരു അടുത്തൊരു വോൾക്കാനം ഉണ്ട്. അടുത്തൊരു വോൾക്കാനം ഉണ്ട്. പോകാൻ പറ്റുമോ നോക്കണം. എക്സ്പെൻസീവ് അല്ലെങ്കിൽ ചാമ്പലില്ലെങ്കിൽ നോക്കിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പാലിയിലേക്കല്ലേ തിരിച്ച്? ജീങ്കാലാല. ഓക്കെ ലാസ്റ്റ് ഞാനൊരു ഷട്ടറും കൂടെ വാങ്ങി. തണുപ്പുണ്ട് ചില സ്ഥലത്ത് ബസ്സിലത്തെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിയത്. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.